അപ്പസ്തോല പ്രവർത്തനം 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ് പെന്തക്കോസ്തായ്ക്ക് മുമ്പുള്ള ദിനങ്ങൾ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതൊരു ശക്തിയാണ്, അത് ദൈവാനുഗ്രഹമാണ്, ദൈവിക കൃപയുടെ സമൃദ്ധിയാണ്. കാത്തിരിക്കുന്നവർക്ക്, ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വലിയ ശക്തി സ്രോതസ്സാണ് ആത്മാവ്. ആത്മാവിനായി കാത്തിരിക്കാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ജെറൂസലേമിലായിരിക്കാം. വിശ്വാസ കേന്ദ്രങ്ങൾ അതെവിടെയാണോ, കുടുംബമാകാം, ഇടവകയാകാം, സഭയാകാം, സമൂഹമാകാം, അവിടെ പ്രത്യാശയോടെ കാത്തിരുന്നാൽ ആത്മനിറവിൽ നമ്മെ നവസൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവ് കടന്നു വരും. ആത്മാവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശാപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ പുറംപൂച്ചുകളാക്കി മാറ്റാതെ ഉൾക്കാമ്പിൽ ഉള്ളറിയുന്ന തമ്പുരാനോട് അടുത്ത് ഇരിക്കുന്ന, അവിടുത്തെ കാത്തിരിപ്പിൻ്റെ ധന്യതയുടെ നിമിഷങ്ങളാക്കി മാറ്റാം. അത് ഈ പെന്തക്കോസ്ത ശാക്തീകരണത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ദിനങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ ഈ കാത്തിരിപ്പ് നമ്മെ സഹായിക്കും. God bless you.